Hi friends, welcome to Fevia's Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പിസ്സ കച്ചോരിയാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. നിങ്ങളുടെ കമന്റ്സും സജഷൻസും അറിയിക്കണം. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ചിക്കൻ പിസ്സ കച്ചോരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തതാണ്, ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി. ഇത് ഞാൻ ലെയർ ചീസാണ് എടുത്തത്. ഇതിന് പകരം ഗ്രേറ്റഡ് ചീസ് എടുത്താലും മതി. ഇത് 4 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു ബോൺലെസ് ചിക്കൻ, ഇത് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്. ഇതില്ലെങ്കിൽ നമ്മൾ വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഇത് ഒറിഗാനോ ഓപ്ഷണലാണ്. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഓയില്, ഇത് 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ തന്തൂരി മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സാധാ മഞ്ഞളിട്ടിട്ടും അല്ലെങ്കിൽ മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ടും ചിക്കൻ വേവിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം. ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചാൽ മതി. കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം. നന്നായിട്ട് ലൂസായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ തന്തൂരി മസാലയും ഉപ്പും കൂടെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്തൂരി മസാല വേണം നിർബന്ധമില്ല. വെറും മഞ്ഞളും ഉപ്പും ഇട്ടിട്ടും വേവിക്കാം. അതല്ലെങ്കിൽ മഞ്ഞളും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ടും വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മാഷ് ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ ഞാൻ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഇത്രയും ചെറുതാക്കണം എന്നില്ല, നിങ്ങളെ സൗകര്യം പോലെ ചെയ്താൽ മതി. അതിലേക്ക് ഉള്ളി ആഡ് ചെയ്തെടുക്കുക. ക്യാപ്സിക്കം, തക്കാളി, ക്രഷ്ഡ് ചില്ലി. ഇത് വേണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ വറ്റൽമുളക് പൊടിച്ചാൽ മതി. ഇതിൽ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഒറിഗാനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ആവശ്യത്തിന് ചെയ്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. മാവൊക്കെ നന്നായി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൂരിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇനി നമുക്കിതിന് പൂരിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ഇത് ഈ ഒരു തിക്നെസ്സിൽ ചെയ്താൽ മതി. വല്ലാതെ തിന്നാവും വേണ്ട, ഭയങ്കരമായിട്ട് കട്ടി കൂടുകയും വേണ്ട. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ലെയർ ചീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രേറ്റഡ് ചീസ് ആയാലും മതി. നമുക്കിതിനെ
ഇങ്ങനെ സൈഡ് ചുരുട്ടി ചുരുട്ടി ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കൂടെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ അതിൻ്റെ ഫില്ലിങ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ വരികയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ മയണൈസും കൂടെ ആഡ് ചെയ്തിട്ട് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനതിന് കോരി വേറെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതുപോലെ ബാക്കി കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി കട്ടി കുറച്ചിട്ടാണ് പരത്തിയതെങ്കിൽ അത് ബ്രേക്കായിട്ട് ചീസൊക്കെ പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പം കുറച്ചൊരു തിക്നെസ്സിലുമാണ് ഇത് പരത്തിയെടുക്കാൻ. നമ്മൾ ചിക്കൻ പിസ്സ കച്ചോരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.